അധ്യക്ഷൻ ശ്രീ കെ സുരേഷ് സമരപ്രഖ്യാപനം നടത്തിയ നിതിൻ രാജൻ്റെ ആക്ഷൻ കൗൺസിൽ കൗൺസിൽ ശ്രീ കണ്ണി കേൾക്കാട് സാർ, ശേഷം വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, 28 തീയതി നടക്കുന്ന ഹർത്താൽ വിജയിപ്പിക്കണം. എന്തിനാണ് ഹർത്താൽ? അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയുണ്ടായി. എനിക്ക് ആധികാരികമായി പറയാനുള്ളത്, ഇതൊരു സ്വാശ്രയ കോളേജാണ്. നമ്മൾ പണ്ടൊരു പാട്ട് കേട്ടിരുന്നു, പുഷ്പനെ അറിയാമോ, സഖാവ് പുഷ്പനെ അറിയാമോ. സഖാവ് പുഷ്പൻ ആരാണെന്നും എങ്ങനെയാണ് ഈ സ്വാശ്രയ കോളേജ് ഉണ്ട് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഈ രീതി ഉപയോഗിക്കുന്നില്ല. അങ്ങനെ സഖാവ് പുഷ്പൻ്റെ പേരിൽ പോലും ഇവിടെ കൊള്ളപ്പിരിവ് നടത്തിയ പ്രസ്ഥാനങ്ങൾ ആണ് ഇന്ന് നമ്മുടെ നിതിൻ കൊലയപ്പെട്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു കാര്യം കൂടി ആധികാരികമായി പറയാൻ സാധിക്കുന്നത്, ഒരു 1982 ഹരിയാന വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് കലണ്ടർ സമ്മാനത്തോടെ ഞാൻ ഈ ഹാളിൽ പങ്കെടുത്താണ്. ഇപ്പോൾ ഒരു ഹരിജൻ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് സണ്ണി സാറൊക്കെ സൈബറിൻ്റെ സ്റ്റുഡൻസ് വിദ്യാർത്ഥി നേതാവ് അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലൊരു വിദ്യാർത്ഥി സംഘടനയുടെ അപജയം ഇന്ന് നമ്മൾ അതിൻ്റെ പേര് എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 40 കൊല്ലത്തിന് മുമ്പ് 1986 ഹരിജൻ വിദ്യാർത്ഥി ഫെഡറേഷൻ വി ശശിധരൻ നേതൃത്വത്തിൽ ഇവിടെ ഈ തിരുവനന്തപുരത്ത് നശിക്കപ്പെടുന്നു. തൊട്ടപ്പുറത്ത് വെള്ളയമ്പല സ്ക്വയറിലേക്ക് ഹോസ്പിറ്റലിലായിരുന്നു സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്, ഇവിടെ പറഞ്ഞ സുരേഷ് അടക്കം കെ സുരേഷ് സാർ അടക്കം പറയുകയുണ്ടായി, കേരളത്തിലെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ദളിത് നേതാക്കന്മാരുടെ പ്രസ്ഥാനങ്ങളുടെ ഒരു ഐക്യനിര രൂപപ്പെട്ടത്. സത്യമാണ്. പക്ഷെ മഹാനായ കലണ്ടർ സമ്മാനം ജീവിച്ചിരുന്നപ്പോൾ CT സമ്മാനത്തിന് ശേഷം ഇവിടെ ഒരു കൊലപാതകവും ഇത്തരൊരു ആത്മഹത്യ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, കേരളത്തിലെ ദളിതരുടെ വിഷയങ്ങൾ ആധികാരികമായി പഠിച്ചുകൊണ്ട് അതിനകത്ത് ഇടപെടാൻ കഴിയുന്ന ആർജവത്വമുള്ള ഒരു ഹരിജൻ നേതാവ്, പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ദളിത് നേതാവിൻ്റെ അഭാവമാണ് ഇത്തരത്തിൽ നിതിൻ രാജൻ്റെ പോലുള്ള അപകടമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി, ഇനി ഒരു നിതിൻ രാജ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു പോയതെല്ലാം മറന്നുകൊണ്ട്, പരസ്പരമുള്ള പിണക്കങ്ങൾ മറന്നുകൊണ്ട്, ആശയപരമായും രാഷ്ട്രീയമായും വ്യത്യസ്ത ചേരിയിലേക്ക് നിന്നുകൊണ്ട് പ്രവർത്തിച്ച നമ്മളെല്ലാവരും നിതിൻ രാജൻ്റെ പേരിൽ ഏകീകരിക്കപ്പെടുകയാണ്. ഇത് 28 തീയതി മാത്രം കൊണ്ട് അവസാനിക്കുന്നതായിരിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ നിർബന്ധമുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കേരളത്തിലെ ബന്ദ് എന്ന് പറയുന്നത് 1997 ഓഗസ്റ്റ് മാസം 28 തീയതി നടത്തിയ ബന്ധായിരുന്നു. അത് ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ബന്ധം നടത്തിയപ്പോൾ ഞാനന്ന് കോട്ടയം ജില്ലയുടെ ലീഡർഷിപ്പ് നിൽക്കുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാൻ ബന്ദിനകത്ത് പോയ നേതാവാണെന്ന്. ബന്ദ് നടത്തതിൻ്റെ പേരിൽ അകത്ത് പോയാണ് കെ സുരേഷ് അടക്കമുള്ളവർ നേതാക്കന്മാരുണ്ട്. അതോടെ ബന്ദ് തീർന്നു. ഇന്ന് നമ്മൾ ഈ ഓഗസ്റ്റ് 28 തീയതി ഹർത്താൽ നടത്താൻ പോവുകയാണ്. ചിലപ്പോൾ ഇതോടുകൂടി ഹർത്താലും തീരാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കിക്കാണുന്നത്. എന്തായാലും നേതാക്കന്മാരോട് സൂചിപ്പിക്കുകയുണ്ടായി, എങ്ങനെയായിരിക്കണം ഒരു ഹർത്താൽ. മരണത്തെക്കുറിച്ച് ഞാൻ പറയില്ല, കാരണം ഒരാൾ കെട്ടിടത്തിൽ വീണ് മരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് വിശദീകരിക്കുകയുണ്ടായി. ഇത് കൊലപാതകം തന്നെയാണ്. ഈ വേദിയിലും ഈ സദസ്സിലൊക്കെ കേരളത്തിൽ ഉന്നതന്മാരായ ഡോക്ടർമാരിട്ടുണ്ട്. കാലമൊക്കെ മാറി ഒരാൾ മുകളിൽ നിന്ന് താഴെ വീണാൽ, മരണപ്പെട്ടാൽ അതെങ്ങനെയൊക്കെ എവിടെയൊക്കെ ചതകളും മുറിവുകളും ഉണ്ടാകുമെന്ന് കൃത്യമായി പഠനം നടത്തുന്ന അറിയാവുന്ന വിദഗ്ധന്മാരടക്കുന്നൊരു സമിതിയാണ് ഈ നിതിൻ രാജൻ്റെ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ കാലം മാറിയനുസരിച്ച് നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ പൊട്ടന്മാരാക്കാം, മറ്റവരാക്കാം ചിന്തയ്ക്ക് വേണ്ട. അത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചോളം ഇനി ഒരു നിതിൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിലുള്ള വിഭിന്നതയൊക്കെ മറന്നുകൊണ്ട് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സംഘടനയുടെയും കൂടെ ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ ഉണ്ടാകുമെന്നും, കൂടാതെ വരുന്ന 24 തീയതി സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഒരേ സമയം ഇതിൻ്റെ ജില്ലാതല കൺവെൻഷൻ വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും 24 തീയതി ഒരേ സമയം യോഗം നടക്കണം. 28 തീയതി നമ്മൾ കരുതേണ്ടത് 27 തീയതി വൈകുന്നേരം
ഇതിന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പോലീസുകാർ കരുതൽ തടങ്കലിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യത കാണും. അത് കരുതൽ തടങ്കലിൻ്റെ പേരിൽ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നേതാക്കന്മാർ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കുന്ന നന്നായിരിക്കും, പോലീസിന് പിടികൊടുക്കാതെ. എങ്കിൽ മാത്രമേ 28-ാം തീയതിയിൽ ബന്ദ് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. ചിലപ്പോൾ സ്വാഭാവികമായും പോലീസ് അറസ്റ്റ് ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായെങ്കിൽ പോലും ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസിന് ഒരു ഭാഷയുണ്ട്, ഒരു കരുതൽ തടങ്കൽ എന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 27-ാം തീയതി വൈകിട്ട് പ്രകടനം നടത്തുമ്പോൾ പോലും നേതാക്കന്മാർ, അതിൻ്റെ പ്രധാന മുന്നണി നേതാക്കന്മാർ ഒരു കാരണവശാലും പോലീസ് കസ്റ്റഡിയിലേക്ക് പോകാൻ യാതൊരു കാരണവശാലും അവസരം ഉണ്ടാക്കരുത്. അത് നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ഹർത്താൽ ഒരു ആക്രമണ ശ്രമം ഉണ്ടാകാൻ പാടില്ല. തികച്ചും നീതിയുക്തമായ തീരുമാനത്തോടുകൂടി കേരളത്തിലെ ഏറ്റവും ദരിദ്രർക്ക് അഭിമാനം ഉണ്ടാകുന്ന തരത്തിലൊരു ഹർത്താലായി വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഭീം, ജയ് കേരള.